അപ്പോൾ ഇതേ ഞാനും പുനരെയും കുഞ്ഞും കൂടെ കൽപ്പറ്റയിലേക്ക് പോവുകയാണ് കേട്ടോ. ബസ്സിൽ കയറിയപാടെ നമ്മുടെ കുഞ്ഞു ഉറങ്ങിപ്പോയി. പോയത് വേറെ ഒന്നിനല്ല, ഒന്ന് ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നേ. കുറേ ആയി ത്രെഡെല്ലാം ചെയ്തിട്ട്. ത്രെഡ് ചെയ്തതിന് ശേഷം വലിയ മാറ്റമൊന്നും മുഖത്ത് കാണുന്നില്ല. ഞാൻ അധികം അങ്ങോട്ട് കട്ടി കുറച്ചിട്ടില്ല കേട്ടോ പിരികത്തിൻ്റെ. കൽപ്പറ്റയിൽ നിന്ന് നാത്തൂനെയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നാത്തൂനും ത്രെഡെല്ലാം ചെയ്തു. കുഞ്ഞുവാണെങ്കിൽ വീട്ടിലിട്ട് അതേ ഡ്രസ്സോട് കൂടിയിട്ടാണ് ഞങ്ങളൂടെ വന്നത് കേട്ടോ. അവനെ കൂട്ടണം എന്ന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീട്ടിൽ നിന്ന് അവനൊരു ഡ്രസ്സും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അവൻ മൂത്തമ്മൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ ഒരുങ്ങി പോകുന്നത് കണ്ടപ്പോൾ അവൻ ഒരേ കരച്ചിൽ. അങ്ങനെ അവനെ കൂട്ടേണ്ടി വന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഫാൻസി കയറി 1-2 കമ്മലെല്ലാം നോക്കി, പൊട്ടെല്ലാം നോക്കി, ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളെല്ലാം നോക്കി. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ കൽപ്പറ്റയിലെ കറക്കെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നല്ല ചക്കപ്പുഴുക്കും അതുപോലെ തന്നെ ഇന്നലെ വെച്ച തലക്കറിയുടെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. തലയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. അങ്ങനെ അടിപൊളി കറിയായിരുന്നേ. അങ്ങനെ ചക്കപ്പുഴുക്കും തലക്കറിയും കുറച്ച് ചോറും കൂടെ എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് വെട്ടി വിഴുങ്ങാന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. കുറച്ച് ചോറും പുഴുക്കും പിന്നെ മീൻകറിയും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചപ്പോൾ എൻ്റെ പൊന്നേ അടിപൊളിയായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ. ബിസിയോ.